ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് സ്വാഗതം. ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ഞായറാഴ്ചയിൽ ദൈവസന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. സംഭവബഹുലമായ ലോകത്ത്, അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്ത് ആയുസ്സോടെ നമ്മെ പരിപാലിച്ച ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്ത വൻ പ്രവൃത്തിയെ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ സർവേശ്വരൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നു. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 53, the first part of verse 8. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ജനനത്തിനും 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് പ്രവചനാത്മാവിൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ചിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണല്ലോ 53-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോൾ താൻ ക്രൂശിൽ അനുഭവിക്കുന്ന വ്യഥയുടെ ചിത്രത്തിൽ ഒരു പ്രത്യേക ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് പീഡനവും ശിക്ഷാവിധിയും അനുഭവിച്ചു എന്നുള്ളത് വ്യക്തമാക്കുവാനാണ് എടുക്കപ്പെട്ടു എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് രണ്ട് വാക്കുകൾ അവിടെ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് അവൻ പീഡനത്താൽ, മറ്റൊന്ന് ശിക്ഷാവിധിയാൽ. ഈ രണ്ട് പദങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ പീഡനത്താൽ എന്ന് പറയുന്നത് കർത്താവ് ശരീരത്തിൽ ആളുകളാൽ ഏറ്റ പ്രഹരത്തിന്റെ ചിത്രമാണ് അവൻ പീഡനത്താൽ എന്ന് പറയുന്നത്. നമുക്കതിനെ ഇങ്ങനെ പറയാൻ പറ്റും, മനുഷ്യരാൽ അവൻ ഏറ്റ പീഡയാണ് ഇവിടെ പീഡനത്താൽ എന്ന് പറയുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ പീഡനത്താൽ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുമ്പാകെ കർത്താവ് ആളുകളാൽ വേദനപ്പെടുവാനും അടിയേൽക്കുവാനും അപമാനിതനാകുവാനും ഇടയായിട്ട് തീർന്നു. നാം വീണ്ടും വായിക്കുന്നു, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ വശത്ത് നിന്ന് നമ്മുടെ കർത്താവ് അനുഭവിച്ച വ്യഥ എത്രമാത്രം കഠോരമായിരുന്നു എന്ന് നമുക്കറിയാം. ആ കഠോരമായിരിക്കുന്ന വേദനയുടെ ചിത്രത്തെയാണ് ഇവിടെ പ്രവാചകൻ ഒരു വാക്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ പീഡനത്താൽ എടുക്കപ്പെട്ടു. ആ പീഡനത്താൽ എടുക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് 52-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുകൊണ്ട് എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യനാൽ നമ്മുടെ കർത്താവ് പീഡയേൽക്കുമ്പോൾ ആ പീഡനത്തിലൂടെ കടന്നു പോകുന്ന കർത്താവിന്റെ അവസ്ഥയുടെ ഒരു ചിത്രീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നാം വായിക്കുന്നത്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമാകത്തക്ക നിലയിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ ആ ശരീരം ഒരു മനുഷ്യക്കോലമല്ലാത്ത തരത്തിൽ മാറ്റപ്പെടുവാൻ തക്കവണ്ണം മനുഷ്യരാൽ കർത്താവ് പീഡ ഏൽക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. അവൻ പീഡനത്താൽ എടുക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. രണ്ടാമത് നാം വായിക്കുന്നത്, അവൻ ശിക്ഷാവിധിയിൽ എടുക്കപ്പെട്ടു. അതെന്താണ് സൂചിപ്പിക്കുന്നത്? മനുഷ്യവർഗം നാം ഓരോരുത്തരും നിത്യമായ ന്യായവിധിക്ക് വിധേയരാണ്, നരകത്തിന് വിധേയരാണ്. എന്നാൽ നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന ആ ശിക്ഷാവിധി ഉണ്ടല്ലോ, ആ ശിക്ഷാവിധി മുഴുവൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തുവാൻ ഇടയായി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വശത്ത് നിന്നും ഉണ്ടായ ഒരു കാര്യമാണ്. സ്വർഗത്തിലെ ദൈവം തന്റെ പൊന്നോമന പുത്രനെ എന്നേക്കും നാം അനുഭവിക്കേണ്ടിയ നിത്യമായ നരകത്തീയുടെ വേദന മുഴുവൻ ആ ക്രൂശിന്മേൽ ഏൽപ്പിച്ചുകൊണ്ട് ആ അവസ്ഥയിലൂടെ കടത്തിവിടുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ നാം മഹത്വപ്പെടുത്തുമ്പോൾ, പിതാവായ ദൈവത്തിന് പുത്രൻ മുഖാന്തരം എല്ലാ മഹത്വവും അർപ്പിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ഓർക്കുവാൻ കഴിയുന്ന രണ്ട് കാര്യം. മനുഷ്യന്റെ വശത്ത് നിന്ന് അനുഭവിക്കേണ്ട പീഡ മുഴുവൻ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു. അപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന ന്യായവിധിയെയും തന്റെ പൊന്നോമന പുത്രന്റെ മേൽ ചുമത്തുവാൻ ഇടയായിട്ട് തീർന്നു. നന്ദിയോടെ നമ്മുടെ കർത്താവ് അനുഭവിച്ച ക്രൂശ് മരണത്തിന്റെ വ്യഥയെ
ചിന്തയിലെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി അവൻ വേദന സഹിച്ചു, നിന്നതിനും നിസ്സാരനും നിസ്സഹായനുമായിട്ട് നമുക്ക് വേണ്ടി തീർന്നല്ലോ. ആ കർത്താവിന്റെ കഷ്ടാനുഭവത്തെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നന്ദിയോടെ ധ്യാനിക്കാം. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഇത്രത്തോളം വേദന സഹിച്ച ദൈവപുത്രന് സകല മഹത്വം അർപ്പിച്ച് പിതാവായ ദൈവത്തെ നമുക്ക് പുത്രമുഖാന്തരം ആരാധിക്കാം. അവിടുത്തെ വിലയേറിയ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവന്റെ നാഥനാമേശുരാജ, ലോകത്തെ സൃഷ്ടിക്കും നാൾക്കു മുൻപേ എന്നെ നീ സ്നേഹിച്ച കാരുണ്യത്തെ ഓർത്തു ഞാൻ വന്ദനം ചെയ്തിടുന്നു. എന്നെ നീ സ്നേഹിച്ച കാരുണ്യത്തെ ഓർത്തു ഞാൻ വന്ദനം ചെയ്തിടുന്നു. ആദമ്യ പാപത്തിൻ ശാപം തീർപ്പാൻ പുത്രനെ ക്രൂശിൽ തകർത്ത സ്നേഹം ഓർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും. വാഴ്ത്തുന്നു നിന്നെ ഞാൻ യേശുനാഥ, ഓർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും. വാഴ്ത്തുന്നു നിന്നെ